ഹായ് ഓൾ. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് പച്ചടി എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കിയാലോ? രണ്ട് ചെറിയ ബീട്രൂട്ട് എടുത്തിട്ട് ഞാനത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇനി ചെറിയൊരു ഇഞ്ചി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും വേണം. ഇഞ്ചി നമുക്ക് കടുക് വറക്കുമ്പോൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിടാൻ വേണ്ടിയിട്ടും, ഈ വെളുത്തുള്ളി നമുക്ക് തേങ്ങേൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എല്ലാം കൂടെ ഒരു ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ടു. ഇച്ചിരി ഏറെ ഇട്ടാലും കുഴപ്പമില്ല, കാരണം പച്ചടിക്കകത്ത് തൈരൊക്കെ വരുന്നത് കൊണ്ട് തേങ്ങ അരച്ച് ചേർക്കണം. അതുകൊണ്ട് നമുക്ക് ഉപ്പിച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഈ ബീട്രൂട്ടിൻ്റെ കളറ് ഒന്നും കൂടെ ഒന്ന് ചുമന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയി പോകരുത്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ബീട്രൂട്ട് കൊണ്ട് മാത്രമല്ല, നേന്ത്രപ്പഴം കൊണ്ടും പൈനാപ്പിൾ കൊണ്ടും നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ഈ ബീട്രൂട്ടിൻ്റെ പച്ചടി എന്ന് പറയുന്നത് ഒരു മധുരവും കുറച്ച് എരിയൊക്കെ കൂടെ ഉള്ള ഒരു പച്ചടിയാണ്. ഇത് ഞാനിപ്പോൾ കടുക് വറക്കാൻ വേണ്ടി, അതിരുന്ന് വേവുന്ന സമയം കൊണ്ട് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി 2-3 ചെറുതായിട്ട് അരിഞ്ഞു, ആ എടുത്ത് വെച്ച ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു, 2 പച്ചമുളകും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി ഇതിപ്പം ഇടാൻ പോകുന്നത് ഒരു അര മുറി തേങ്ങേൻ്റെ 1/4 ഭാഗം ചിരണ്ടി എടുത്തിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു. അതിൻ്റെ കൂടെ ഒരു അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകം കൂടെ അരച്ചിരിക്കുന്നത് നല്ലതുപോലെ അരച്ചെടുത്തു. അപ്പോൾ ആ അരപ്പിടുന്നതിന് മുമ്പേ നമുക്ക് ആ ബീട്രൂട്ട് എല്ലാം കോരിയിങ്ങ് എടുക്കാം. കുറച്ച് ഒരു ചെറിയ സ്പൂണൊക്കെ അതിനകത്ത് കിടന്നാൽ പച്ചടിക്കകത്ത് കടിച്ചാലും കുഴപ്പമില്ല. ബാക്കിയെല്ലാം എടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ വേണം നമുക്ക് ഈ തേങ്ങ വേവിക്കാനൊക്കെ ഉണ്ട്. ഇത് നല്ലതുപോലെ അരച്ച് നമുക്ക് ഈ പച്ചടിയിൽ ചേർക്കണം. ഇനി പച്ചടി വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ച് ചേർത്ത് നോക്കൂ. ഇത് അരച്ച് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി ആ വെള്ളത്തിലേക്ക് ആ അരപ്പെല്ലാം കൂടി ഇട്ടു നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാവേ, എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തത്തുള്ളൂ. ആ ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ, പ്രയോജനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അറിയിക്കുക. ഇനി ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതും ഒന്ന് അടച്ച് ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഈ ബീട്രൂട്ട് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. ചൂടാറിയിട്ട് മാത്രം അരയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മിക്സിയുടെ അടപ്പൊക്കെ തുറന്ന് പോകും, കൈ പൊള്ളുകയൊക്കെ ചെയ്യും. എന്തായാലും ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ചടിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്ന ഒരു ഘടകമാണ് കടുക്. ഞാൻ 1 ടീസ്പൂൺ കടുക് നമ്മൾ ഇടിക്കുന്ന കല്ലിലിട്ട് നല്ലതുപോലെ ചതച്ച് അതിൻ്റെ സീഡൊക്കെ പൊട്ടിച്ചെടുത്തു. ഈ കടുക് ചതയ്ക്കുന്നത് നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ നൽകും. കടുക് ചിലർ ഈ തേങ്ങയുടെ കൂടെ അരയ്ക്കുന്നത് കാണാം. അങ്ങനെ അരക്കല്ലേ, നല്ലതുപോലെ കഴിക്കും. ഇങ്ങനെ പൊട്ടിച്ചതിൻ്റെ അകത്തുള്ള സീഡൊന്ന് പൊട്ടിച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ കൂടെ അരച്ചാൽ കടുകിൻ്റെ കയ്പ്പ് നല്ലതുപോലെ ഉണ്ടാകും. അതുകൊണ്ട് ആരും കടുക് അരയ്ക്കരുത്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഈ കടുക് ഇട്ട് നല്ലതുപോലെ ഇളക്കി. ഇപ്പം നമ്മൾ തേങ്ങ അരച്ചതും നമ്മുടെ ബീട്രൂട്ട് അരച്ചതും കടുക് പൊട്ടിച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ വെള്ളം എല്ലാം അങ്ങ് പറ്റണം. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി അങ്ങ് ലൂസായിട്ട് പോകും. അധികം ലൂസല്ല, എന്നാൽ അധികം തിക്കും അല്ലാത്ത രീതിയിലാണ് നമ്മുടെ പച്ചടി ഇരിക്കുന്നത്. നോക്കിക്കേ, വെള്ളമൊക്കെ പറ്റി. ഈ സമയം കൊണ്ട് നമുക്ക് കടുക് വറക്കാനുള്ളത് ചട്ടി അടപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കടുക് വറക്കുമ്പോൾ ഒരു കറിവേപ്പില ഇടുമ്പം അതൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 3-4 അത് അവരവരുടെ ഏരിയയ്ക്ക് അനുസരിച്ച് ഇടുക. ഇനി കൊത്തി അരിഞ്ഞ ഇഞ്ചിയും ചെറിയ കൊച്ചുള്ളി
കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടു. ഇനി ഒരു രസത്തിനൊരു വറ്റൽമുളക് ഇടുമ്പോൾ വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ കടുക് വറക്കുമ്പോൾ നമ്മളെല്ലാത്തിനും ഇടുന്നൊരു സാധനമാണ് വറ്റൽമുളക്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആ കടുകൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമുക്ക് ഈ പച്ചടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിട്ട ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അന്നേരമാണ് പച്ചടിക്കകത്ത് ഈ ഇഞ്ചിയും ഈ പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നത് അതിൽ കടിക്കുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് പച്ചടിക്ക്, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ആ പച്ചടിയിലോട്ട് ഇറങ്ങുന്നത്. കടുക് വറുത്തിടുന്നതിന് മുമ്പ് നമുക്ക് 2 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണ്ട, കട്ട തൈരിനെ ഒന്ന് ലൂസാക്കി, എന്നാൽ വെള്ളം പോലെ അങ്ങ് ലൂസാവരുത്, ഒരു മീഡിയം ടൈപ്പിൽ 2 കപ്പ് കട്ട തൈര് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് തീ വേണ്ട, ആ പച്ചടിക്ക് ആ വേവിച്ച് വെച്ചതിനുള്ള ചൂട് മാത്രം മതി. അതിലേക്ക് നമുക്ക് കടുക് വറുത്തതൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് പൂർണ്ണമായിട്ടും ഒന്ന് തണുത്ത് വരുമ്പോഴത്തേന് ആ കടുക് നമ്മൾ ചതച്ച് ചേർത്തതിൻ്റെയും ഇഞ്ചിയുടെയും ആ പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ ഒരു തൈരിനകത്തോട്ട് ചേർന്ന് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പച്ചടിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ് സദ്യക്കകത്ത് പ്രത്യേകിച്ച്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.